ശ്രീ ജ്യോതികുമാർ ചാമക്കാല ഒരുപാട് ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് പി വി അൻവർ. കൊല്ലും കൊലയും നടത്തുന്നു, സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തുന്നു, സംസ്ഥാനത്തിന്റെ ക്രമസമാധാനത്തിന്റെ ചുമതലയുള്ള ADGP കള്ളക്കടത്ത് ഗ്യാങ്ങിന് നേതൃത്വം നൽകുകയാണ് തുടങ്ങി കടന്ന ആരോപണങ്ങളാണ്. വിശ്വസിക്കുന്നുണ്ടോ നിങ്ങൾ? അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ ആരോപണം എന്താണെന്ന് അറിയാമോ? VD സതീശനെതിരെ പി വി അൻവർ ഒരു ആരോപണം ഉന്നയിച്ചു. അദ്ദേഹം കണ്ടെയ്നർ ലോറിയിൽ നോട്ടുകെട്ടുകൾ കൊണ്ടുവരുന്നു, അത് ചാവക്കാടേക്ക് കൊണ്ടുവരുന്നു. ഈ ആരോപണം നിയമസഭയിൽ ഉന്നയിച്ചു. അത് കേരളത്തിലെ പോലീസ് അന്വേഷിച്ച് എന്നോടൊരു വാക്ക് ചോദിക്കാതെ കോടതിയിൽ അടിസ്ഥാനരഹിതമാണെന്ന് പറഞ്ഞു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ആദ്യത്തെ ചാർജ്. അതായത് VD സതീശനെതിരെ ഉന്നയിച്ച ആരോപണം MR അജിത് കുമാർ ഇടപെട്ട് മുക്കി, അല്ലെങ്കിൽ അതിൽ കഴമ്പില്ല എന്ന് പറഞ്ഞു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ആദ്യത്തെ വിഷമം, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആദ്യത്തെ പ്രശ്നം. വിശ്വസിക്കുകയാണെങ്കിൽ എല്ലാം വിശ്വസിക്കണം, വിശ്വസിക്കുന്നില്ലെങ്കിൽ ഒന്നും വിശ്വസിക്കരുത്. അപ്പോൾ ജപ്പാനിലേക്ക് കേരളത്തിൽ നിന്ന് നീരാവിയായി പോകുന്ന കാർമികങ്ങളെ തടഞ്ഞു നിർത്താൻ അല്ലെങ്കിൽ ജപ്പാനിലേക്ക് കടത്തിക്കൊണ്ടു പോകുന്നു എന്ന് പറഞ്ഞ് നമ്മൾ വിശ്വസിക്കേണ്ടതുണ്ടോ? അപ്പോൾ ഇവിടെ ശ്രീ VD സതീശനെതിരായി അദ്ദേഹം പറഞ്ഞിരുന്ന ആരോപണങ്ങൾ ആ നിയമസഭയിൽ പ്രതിപക്ഷ നേതാവിനെതിരായി പറഞ്ഞ ആരോപണങ്ങൾ ഭരണപക്ഷത്തെ ഒരു MLA പോലും ഏറ്റുപിടിച്ചില്ല എന്ന് ഞാൻ താങ്കളോട് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. അദ്ദേഹത്തിൻ്റെ മാത്രമായ ആരോപണമായി നിലനിന്നിരുന്നു. എന്നാൽ ഇവിടെ ഇപ്പോൾ അദ്ദേഹം കേരളത്തിലെ പോലീസിനെ കുറിച്ച്, മുഖ്യമന്ത്രിയെക്കുറിച്ച്, മുഖ്യമന്ത്രിയുടെ ഓഫീസിനെക്കുറിച്ച്, ആഭ്യന്തര വകുപ്പ് മന്ത്രി കൂടിയായ മുഖ്യമന്ത്രിയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, ഇതിൽ ബഹുഭൂരിപക്ഷവും ഞങ്ങൾ പറഞ്ഞതിന് അപ്പുറത്തേക്കും അദ്ദേഹം കടത്തി പറഞ്ഞിട്ടുണ്ട് എന്നുള്ളൊരു വസ്തുതയാണ്. ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നതാണ്. ഇവിടെ നമ്മുടെ ചോദ്യം, ഇവിടെ അദ്ദേഹം പറയുന്നു, P ശശിയെ സംബന്ധിച്ച് അദ്ദേഹം പറയുന്നു, P ശശിയെക്കുറിച്ച് ഞങ്ങൾ പറഞ്ഞിട്ടുള്ള ആരോപണങ്ങൾ തന്നെ അദ്ദേഹം ആവർത്തിക്കുന്നു. P ശശി ഇവിടെ ചിലരുടെ കൈപ്പിടിയിലാണ്, മുഖ്യമന്ത്രിയെ തെറ്റിദ്ധരിപ്പിച്ച് പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട് എന്ന് P ശശിക്കെതിരായിട്ട് നിരവധിയായ ആരോപണങ്ങൾ പറയുന്നുണ്ട്. അതുപോലെ വിശ്വസിക്കാൻ കൊള്ളാത്തവരാണ് P ശശിയും ADGP MR അജിത് കുമാറും എന്നും വളരെ സ്പെസിഫിക്കായി പറയുന്നു. ഈ MR അജിത് കുമാറും ഒരു മാധ്യമപ്രവർത്തകനെന്ന ഭാവേന സ്വപ്ന സുരേഷിൻ്റെ കേസിനകത്ത് സന്ധി സംഭാഷണത്തിൽ പോയതൊക്കെ നമ്മുടെ മുമ്പിൽ ഓർമ്മയുണ്ട്. ഇവിടെ എൻ്റെ ചോദ്യം, ഭരണകക്ഷിയിൽപ്പെട്ട ഒരു MLA വളരെ പരസ്യമായി പറയുന്നു, ഇവിടെ DGPയും ADGPയും തമ്മിലുള്ള തർക്കം അവിടെ നിൽക്കട്ടെ, DGP ആരാണെന്ന് പോലും കേരളത്തിലെ ജനങ്ങൾക്ക് ഇപ്പോഴും അറിയില്ല, പേര് ചോദിച്ചാൽ അറിയില്ല. കാരണം അദ്ദേഹത്തിന് ഒരു പ്രസക്തിയുമില്ല. ഇവിടെ പ്രസക്തി മുഴുവൻ ശ്രീ അജിത് കുമാറിനാണ്. സൂപ്പർ DGPയും സൂപ്പർ മുഖ്യമന്ത്രിയുമാണ്. അല്ലെങ്കിൽ സൂപ്പർ ആഭ്യന്തരമന്ത്രിയായ പദമെങ്കിലും അദ്ദേഹത്തിന് കൊടുക്കാം. ആർക്കാണ്? P ശശിക്ക് കൊടുക്കാം. അപ്പോൾ സംസ്ഥാനത്തിൻ്റെ ആഭ്യന്തരമന്ത്രിയായി P ശശിയും സംസ്ഥാനത്തിൻ്റെ DGPയായി MR അജിത് കുമാറും ഇവിടെ വിലസുമ്പോൾ ഭരണപക്ഷത്തെ ഒരു MLA പരസ്യമായി വന്ന് പറയുന്നു, അദ്ദേഹം നേരത്തെ പറഞ്ഞതൊക്കെ അവിടെ നിൽക്കട്ടെ, ഏറ്റവും അവസാനം അദ്ദേഹം വന്ന് പറഞ്ഞിരിക്കുന്നത് ഇവിടെ MR അജിത് കുമാർ 2 കോടി രൂപ കൈക്കൂലി വാങ്ങിക്കൊണ്ട് ഒരു കേസ് അട്ടിമറിച്ചു എന്ന് പറയുന്നു. ഒന്ന്. രണ്ടാമത്തേത്, MR അജിത് കുമാർ നൊട്ടോറിയസ് ക്രിമിനലാണ്. അദ്ദേഹത്തിൻ്റെ അദ്ദേഹം ഈ ഇത്തരം അഭ്യാസങ്ങളൊക്കെ പഠിച്ചിട്ടുള്ളത് ദാവൂദ് ഇബ്രാഹിമിൻ്റെ കളത്തിലാണോ എന്ന് സംശയിക്കത്തക്ക രീതിയിലാണ് ഈ ഭരണകക്ഷി MLA പറയുന്നത്. രണ്ടാമത്തേത്. മൂന്നാമത്തേത്, ഇദ്ദേഹത്തിൻ്റെ സ്വർണ്ണക്കള്ളക്കടത്ത്, അതായത് രാജ്യദ്രോഹ കുറ്റം. എന്തിനാണോ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന സ്പെഷ്യൽ ഡ്യൂട്ടി കൊടുത്തുകൊണ്ട് ശ്രീ ശിവശങ്കറിനെ അവിടെ നിയോഗിച്ചിരുന്നത്, അദ്ദേഹം ഏത് കേസിലാണോ പ്രതിയായിട്ടുള്ളത്, അതുപോലെ തന്നെ MR അജിത് കുമാർ ഇത്തരത്തിൽ രാജ്യദ്രോഹ കുറ്റമായ സ്വർണ്ണക്കള്ളക്കടത്ത് കേസിന് കൂട്ടുനിൽക്കുന്നു. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ മറ്റേ പേരും പറയുന്നുണ്ട്, സുജിത് പേരും പറയുന്നുണ്ട്. അതിനപ്പുറം MR അജിത് കുമാറും അദ്ദേഹത്തിൻ്റെ ഭാര്യയും അദ്ദേഹത്തിൻ്റെ അളിയനും ഉൾപ്പെടെയുള്ളവർ ഈ നെക്സസിൻ്റെ ഭാഗമാണ് എന്ന് പറയുന്നത് ഭരണപക്ഷത്തു നിന്നുള്ള MLA ആണ്. അതിനപ്പുറത്തേക്ക് കൊല നടത്തിക്കുന്നവനാണ്, അതായത് കൊലപാതകം ചെയ്യിക്കുന്ന ആളാണ് എന്ന് ഒരു അഡീഷണൽ DGPയെ കുറിച്ച്, ലോ ആൻഡ് ഓർഡറിൻ്റെ അഡീഷണൽ DGP MR അജിത് കുമാറിനെ കുറിച്ച് ഭരണകക്ഷി MLA പറയുന്നു. അതിനൊക്കെ അപ്പുറത്തേക്ക് മന്ത്രിമാരുടെ ഫോൺ ചോർത്തിക്കൊണ്ടിരിക്കുന്നു, മാധ്യമങ്ങളുടെ നേതാക്കന്മാരുടെ, മാധ്യമ സ്ഥാപനങ്ങളുടെ റിപ്പോർട്ടർമാരുടെ ഉൾപ്പെടെ ഫോൺ ചോർത്തിക്കൊണ്ടിരിക്കുന്നു, പ്രതിപക്ഷ നേതാക്കളുടെ ഫോൺ ചോർത്തിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ഫോൺ ചോർത്തൽ നിരന്തരമായി നടത്തിക്കൊണ്ടിരിക്കുന്നു. ADGP നേരിട്ട് അദ്ദേഹത്തിൻ്റെ ഈ പറഞ്ഞ ഫോൺ ചോർത്തൽ ഒഴികെയുള്ള ആരോപണങ്ങളൊക്കെ വിശ്വസനീയമാണോ എന്നൊരു പ്രശ്നമുണ്ട്. കടത്തി അടിച്ചിട്ടുണ്ട്. ഈ പറഞ്ഞതുപോലെ 2 കോടി രൂപ കോഴ വാങ്ങി ആരുടെ അടുത്തുനിന്ന്? മറുനാടൻ മലയാളിയുടെ ഉടമസ്ഥൻ ഷാജൻ. വിശ്വസനീയമാണോ? ഞാൻ ചോദിക്കുന്ന അഭിലാഷ് അല്ല, ഒരുപാട് ആരോപണങ്ങൾ താങ്കൾ എന്നോട് ചോദിക്കുമ്പോൾ ഞാനും താങ്കളും തമ്മിലല്ല ഇത് ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ടത്. കേരളത്തിന്റെ മുഖ്യമന്ത്രി, ആഭ്യന്തരമന്ത്രിയാണ് മറുപടി പറയേണ്ടത്. ഇത്രയും നേരമായിട്ടും അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുന്ന, അദ്ദേഹത്തിന് വേണ്ടി കൈ ഉയർത്തുന്ന ഒരു MLA ഇത്രയും ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടും അതിന് എന്നോടല്ല ചോദിക്കേണ്ടത്, കേരളത്തിന്റെ മുഖ്യമന്ത്രിയോടാണ്. മുഖ്യമന്ത്രി എന്തേ മറുപടി പറയുന്നില്ല? അതിന് മറ്റാരോടും നമ്മൾ തമ്മിൽ ചർച്ച ചെയ്ത കാര്യമുണ്ടെന്നേ, എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല? ഇവിടെ ഇടതുപക്ഷത്തിന് വേണ്ടി സംസാരിക്കാൻ വന്ന ജയചന്ദ്രൻ അദ്ദേഹം തുടങ്ങിയത് എങ്ങനെയാണ്? PV അൻവർ ധീരമായ നടപടിയാണ് സ്വീകരിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങിയിരിക്കുന്നത്. ധീരമായ നടപടിയെന്ന്. അപ്പോൾ PV അൻവർ നടപടി സ്വീകരിച്ചിരിക്കുന്നത് ധീരമായ നടപടിയാണെങ്കിൽ മുഖ്യമന്ത്രി ഇത്രയും കാലം ചെയ്തുകൊണ്ടിരുന്നത് എത്ര ഹീനകരമായ പ്രവൃത്തിയാണ് എന്ന് പറയാതെ പറയുകയാണ് ജയചന്ദ്രൻ, അല്ലേ?
മുഖ്യമന്ത്രി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ പറഞ്ഞിരിക്കുന്നതെല്ലാം ശരിയാണെന്നും അതിനൊരു തിരുത്തൽ ശക്തിയായി ഇവിടെ പിന്നെ അൻവർ അവതാരം ചെയ്തിരിക്കുന്നു എന്നാണ് ശ്രീ ജയചന്ദ്രൻ പറഞ്ഞു വെച്ചിരിക്കുന്നത്. എന്ന് വെച്ചാൽ മുഖ്യമന്ത്രിയും ഈ പറഞ്ഞതെല്ലാം ശരിയാണെന്നും മുഖ്യമന്ത്രിയും കൂട്ടരും ചെയ്തുകൊണ്ടിരിക്കുന്നതും സമൂഹത്തിന് നിരക്കാത്തതാണെന്നും അല്ലേ പറഞ്ഞു വെക്കുന്നത്? ശരി, ഒന്ന് ഞാൻ പറഞ്ഞ അവസാനിപ്പിച്ചോട്ടെ. ഇനി സ്വർണം പൊട്ടിക്കൽ കേസുമായി ബന്ധപ്പെട്ട് ഒരു എസ് പിയെ കുറിച്ച് എന്താ പറയുന്നത്? അദ്ദേഹം യഥാർത്ഥത്തിൽ എന്താ ചെയ്തിട്ടുള്ളത്? ഈ പിന്നെ സുജിത് ദാസ് നേരത്തെ കസ്റ്റംസിലുണ്ടായിരുന്നെന്നും അദ്ദേഹം ഇപ്പോൾ പോലീസിൽ വന്നതിന് ശേഷം മലപ്പുറത്ത് SP ആയിരിക്കുമ്പോൾ കസ്റ്റംസ് റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് പുറത്തു വെച്ച് സ്വർണ്ണക്കടത്തുകാരെ പിടികൂടുമെന്നും ആ പിടികൂടുന്നതിൽ വലിയൊരു ശതമാനം 60 മുതൽ 70% വരെ അദ്ദേഹം കൈക്കലാക്കുമെന്നാണ്. എന്ന് പറഞ്ഞാൽ സ്വർണം പൊട്ടിക്കൽ, ആ സ്വർണം പൊട്ടിക്കൽ കേസിൽ സംസ്ഥാനത്തെ ഒരു SP ഉൾപ്പെടെയുള്ള സംഘമുണ്ട് എന്നും അദ്ദേഹം പറയുമ്പോൾ ഇതിനപ്പുറത്തേക്ക് അൻവർ പറഞ്ഞ മറ്റൊരു കാര്യം കൂടി നമ്മൾ ചർച്ച ചെയ്യണം. അൻവർ പറയുന്നു പോലീസ് ഉദ്യോഗസ്ഥരുടെ ഉൾപ്പെടെയുള്ള ഫോൺ അദ്ദേഹം ചോർത്തി എന്ന് പറയുന്നു. അദ്ദേഹം അതിന് സമ്പത്ത് മുഴക്കിയിട്ടുണ്ടെന്ന് പറയുന്നു. അദ്ദേഹം പലരുടെയും പിന്നെ എന്താ പറയുന്നത് ഹ്യൂമൻ റിസോഴ്സ് ഉപയോഗിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. പോലീസ് സേനയിൽ ഉൾപ്പെടെയുള്ളവരെ ഗൗരവമുള്ള കാര്യങ്ങളല്ലേ? അൻവർ ഇങ്ങനെ ഞാൻ ഫോൺ ചോർത്തി എന്ന് പരസ്യമായി ഒരു MLA പരസ്യമായി കേരളീയ സമൂഹത്തോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിനെതിരെ കേസെടുക്കാനുള്ള ആർജവം സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി കാണിക്കണ്ടേ? ഒരു MLA പരസ്യമായി കേരളീയ സമൂഹത്തോട് പറയുന്നു ഞാൻ പോലീസ് ഉദ്യോഗസ്ഥരെ ഉൾപ്പെടെ ഫോൺ ചോർത്തിയിരിക്കുന്നു. എന്ത് നടപടിയാണ് സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി സ്വീകരിച്ചത്? അറിയണ്ടേ കേരളത്തിലെ ജനങ്ങൾക്ക്? പറയണ്ടേ മുഖ്യമന്ത്രി? ശരി, ഒരാളും ഒരക്ഷരവും വേണ്ടിയിട്ടില്ല.